ഹായ് ഫ്രണ്ട്സ്, കേറ്റഡ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രിയുടെ ക്ലാസ്സസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിലബസ് അനുസരിച്ചിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്ക് ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. സോ അതിൽ ഫസ്റ്റ് നോക്കാനുള്ളത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ആറ്റത്തെക്കുറിച്ച് പല ആൾക്കാർ പറഞ്ഞിരിക്കുന്ന നിർവചനങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ, കണാദശാസ്ത്രത്തിൽ കണാദമുനി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ കണാദശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് വാസ് മെയ്ഡ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് പരമാണു. യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ പാർട്ടിക്കിൾസാലാണ്. ആ പാർട്ടിക്കിൾസിനെ പരമാണു എന്നാണ് പറയുന്നത്. അടുത്തത്, ദ യൂണിവേഴ്സ് വാസ് ഫോംഡ് ഓഫ് വെരി ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. ചെറിയ പാർട്ടിക്കിൾസാൽ യൂണിവേഴ്സ് നിർമ്മിതമാണ്. അതിനെ ആറ്റം എന്ന് പറഞ്ഞൊരു പേര് വെച്ചിട്ടാണ് അവിടെ ലൂസിപ്പസ് ആൻഡ് ഡെമോക്രിറ്റസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നോക്കാനുള്ളത്, ദ യൂണിവേഴ്സ് ഇസ് ഫോംഡ് ഓഫ് 4 എലമെൻറ്റ്സ്. യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് 4 എലമെൻറ്റ്സ് കൊണ്ടാണെന്നാണ് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും വാദിക്കുന്നത്. ആ 4 എലമെൻറ്റ്സ് സോയിൽ, എയർ, വാട്ടർ ആൻഡ് ഫയർ. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ ലുക്രീഷ്യസിൻ്റെ തിയറി പ്രകാരം സബ്സ്റ്റൻസ് വെർ മേഡ് ഓഫ് ഇൻഡിവിസിബിൾ, വിഘടിക്കാൻ കഴിയാത്ത പാർട്ടിക്കിളാലാണ് സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ പഞ്ചഭൂത തിയറി. പഞ്ചഭൂതങ്ങളെന്ന് കേട്ടിട്ടുണ്ടാവും. പഞ്ചഭൂത തിയറിയിൽ 5 ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. വായു അല്ലെങ്കിൽ എയർ, ജലം വാട്ടർ, ഭൂമി എർത്ത്, ആകാശം സ്പേസ് അല്ലെങ്കിൽ ഈതർ എന്ന് പറയാം, അഗ്നി ഫയർ. ഈ 5 ഘടകങ്ങളാലാണ് യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പഞ്ചഭൂത തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആറ്റത്തെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിക്കിൾസ്, യൂണിവേഴ്സിലുള്ള പാർട്ടിക്കിൾസ് നിർമ്മിച്ചിരിക്കുന്നത് ഏതൊക്കെ ഘടകങ്ങളാൽ നിന്നാണ് പല തിയറി പ്രകാരം നമ്മളിവിടെ നോക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ആറ്റം എന്താണ് എന്നൊരു കൃത്യമായ നിർവചനം പറയുകയാണെങ്കിൽ ദേ ആർ വെരി സ്മോൾ, വളരെ ചെറിയ കണികയാണ്. ദേ ആർ സ്മോളർ ദാൻ എനിത്തിങ് ദാറ്റ് വി ക്യാൻ ഇമാജിൻ ഓർ കമ്പയർ വിത്ത്. നമ്മൾ ഊഹിക്കുന്നതിലും ഏറ്റവും ചെറിയതായിട്ടുള്ള ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു വസ്തുവാണ് നമ്മുടെ ആറ്റം എന്ന് പറയുന്നത്. ദേ ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ മാറ്റർ. എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു കണിക കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആറ്റത്തെ നമുക്ക് ഈ ഒരു 3 വിധത്തിൽ ഡെഫിനിഷൻ കൊടുക്കാം. ആറ്റം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമ്മൾ ഊഹിക്കുന്നതിലും ഏറ്റവും വളരെ ചെറുതായിട്ടുള്ളൊരു വസ്തുവാണ് ആറ്റം എന്ന് പറയുന്നത്. ഏതൊരു പദാർത്ഥത്തിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ ഏതൊരു വസ്തുവും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം എന്ന് പറയുന്ന ഏറ്റവും ചെറിയ കണിക കൊണ്ടാണെന്ന് പറയാം. ഇനി ആറ്റത്തെക്കുറിച്ച് തിയറീസ് പലത് വന്നിട്ടുണ്ട്. സോ അറ്റോമിക് തിയറി എന്ന പേരിൽ നമുക്ക് ആറ്റത്തെക്കുറിച്ചുള്ള കുറേയധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഓൾ സബ്സ്റ്റൻസ് ആർ മേഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. എല്ലാ വസ്തുക്കളും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. എല്ലാ സബ്സ്റ്റൻസും എല്ലാ വസ്തുക്കളും സ്മോൾ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത്, മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. വീണ്ടും അതേ ഡെഫിനിഷൻ തന്നെ വേറെ രൂപത്തിൽ കൊടുത്തിരിക്കുകയാണ്. മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ആറ്റത്തെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ്, ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തെ നിർമ്മിക്കാനോ ഉള്ളതിനെ ഡിസ്ട്രോയ് ചെയ്യാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. നെക്സ്റ്റ് ഇസ് ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. സപ്പോസ് ഒരു എലമെൻറ്റ് എക്സ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റിനെ എടുക്കുകയാണെങ്കിൽ ഈ എലമെൻറ്റിൻ്റെ ആറ്റം എന്ന് പറയുന്നത് എന്തിലൊക്കെ കാര്യങ്ങളിൽ ഐഡൻറ്റിക്കലായിരിക്കും? പ്രോപ്പർട്ടീസിൽ, സൈസിൽ, മാസിൽ എല്ലാം ഒരേപോലെ ആയിരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഇനി അടുത്തത്, ആറ്റം ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ദ ലാസ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് 2 or more elements combine in a simple ratio. ഇനി എപ്പോഴാണ് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്? ആറ്റംസ് ഓഫ് 2 or more elements, 2 എലമെൻ്റ് എടുക്കുക. സപ്പോസ് എ എന്നും ബി എന്നും പറഞ്ഞ് 2 എലമെൻ്റ് എടുക്കുക. ഈ 2 എലമെൻറ്റും ഒരു പ്രത്യേക റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്.
ഫോർ എക്സാമ്പിൾ നമുക്ക് H2O കേസ് നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ 2 ഓക്സിജൻ 1, സോ 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് H2O ഫോം ചെയ്തിരിക്കുന്നത് പറയാം. അതുപോലെ ഒരു കോമ്പൗണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആറ്റംസ് ഓഫ് 2 or more എലമെൻറ്റ്സ്, 2 അതിലധികമോ എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നു. എങ്ങനെയാണ്? ഒരു പ്രത്യേക റേഷ്യോ ഉണ്ടാവും, ഒരു സിമ്പിൾ റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്തിട്ട് ആര് ഫോം ചെയ്യുന്നത്? കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു പോയിൻ്റ് കൂടെ പറയുകയാണ്. ഇപ്പോൾ പറഞ്ഞ അറ്റോമിക് തിയറി അത് പ്രപ്പോസ് ചെയ്തത്, അതിൻ്റെ പ്രൊപ്പോണൻ്റ് എന്ന് പറയുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. ഇദ്ദേഹത്തെക്കുറിച്ച് എക്സ്ട്രാ അറിയേണ്ട ഒരു പോയിൻ്റ് കൂടെ പറയുകയാണ്. ഇദ്ദേഹത്തിന് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു, നിറങ്ങളെ വേർതിരിച്ചറിയാനുള്ളൊരു പ്രയാസം, ഒരു രോഗാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസീസിന്, ഈ നിറങ്ങളെ വേർതിരിച്ചറിയാൻ കഴിയാൻ പറ്റാത്ത ആ ഒരു ഡിസീസിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പേരിൻ്റെ അർത്ഥത്തിൽ, പേരിൻ്റെ ആ ഒരു സൂചിപ്പിക്കുന്ന രീതിയിൽ ഡാൾട്ടൺ എന്ന അർത്ഥത്തിൽ ഡാൾട്ടണിസം എന്നുകൂടെ ഈ ഒരു കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ ഡിസീസിന് പിന്നെ പേരിടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു എക്സ്ട്രാ പോയിൻ്റായിട്ട് ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ ആയിരുന്നു. അറ്റോമിക് തിയറിയിൽ ആറ്റം എന്താണ്, ആറ്റത്തിൻ്റെ പല പല പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പഠിപ്പിച്ച അത്രയും കാര്യങ്ങൾ നന്നായി നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.